അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 6. അള്ളാഹു പറയുന്നത് നോക്കുക. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദിനാ അശ്ശൂറ വമാ കുൻത തർജു അൻ യുൽഖി ഇലൈക്കൽ കിതാബു ഇലാ റഹ്മത്തൻ من ربك فلا تكونن ظهيرا للكافرين. القصص. إنك لا تهدي من أحببت ولكن الله يهدي من يشاء. القصص. സാരം. വേദഗ്രന്ഥം എന്താണെന്നോ സത്യവിശ്വാസം എന്താണെന്നോ നിനക്കറിയുമായിരുന്നില്ല, എങ്കിലും നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുകയാണ്. നമ്മുടെ അടിയാന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അതുകൊണ്ട് മാർഗനിർദ്ദേശം നൽകുന്നു. ഷൂറ 52. നിനക്ക് വേദഗ്രന്ഥം നൽകപ്പെടുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു കാരുണ്യമായിട്ടത്രേ അത് നൽകപ്പെട്ടത്. ആകയാൽ നീ അവിശ്വാസികൾക്ക് പിന്തുണ നൽകുന്നവനായി തീരരുത്. ഖസസ് 86. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവർക്ക് നീ മാർഗദർശനം നൽകുന്നതല്ല, എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുന്നു. ഖസസ് 56. നബിമാർക്ക് പ്രവാചകത്വം ലഭിക്കാറുള്ളത് സാധാരണ 40 വയസ്സാകുമ്പോഴാണ്. എന്നാൽ ഇതൊരു സാർവത്രികമായ നിയമമാണെന്ന് പറയാവതല്ല. യഹ്യാ നബി അലൈഹിസ്സലാമയെ പറ്റി ശിശുവായിരിക്കെ അദ്ദേഹത്തിന് നാം ഹുക്മ കൊടുത്തു എന്ന് സൂറത്തുൽ മറിയമിൽ കാണാം. ഹുക്മ കൊണ്ടുദ്ദേശം പ്രവാചകത്വമാണെന്നും വിജ്ഞാനമാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ 2 പക്ഷമുണ്ട്. രണ്ടായിരുന്നാലും അദ്ദേഹം ശിശുവായിരിക്കെ തന്നെ ഒരു ജ്ഞാനിയായി കഴിഞ്ഞിട്ടുണ്ട്. ജനനം കഴിഞ്ഞ ഉടനെ തന്നെ ഈസാ അലൈഹിസ്സലാം തൊട്ടിലായിരിക്കെ ജനങ്ങളോട് സംസാരിച്ചതും സൂറത്ത് മറിയമിൽ കാണാം. അതിനാൽ എന്നെ അവൻ അള്ളാഹു പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രവാചകനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു അത്. പരിശ്രമം കൊണ്ടോ മറ്റോ ലഭിക്കുന്ന ഒന്നായിരുന്നു പ്രവാചകത്വമെങ്കിൽ ഈ വാക്കിന് വിശേഷിച്ചു അർത്ഥമില്ലല്ലോ. ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ തൻ്റെ ദൗത്യം എവിടെയാണെന്ന് ഏർപ്പെടുത്തേണ്ടതെന്ന് അള്ളാഹുവിന് നല്ലപോലെ അറിയാം. അള്ളാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. അൽ അൻആം 124. അതിൽ മറ്റാർക്കും പങ്കോ അഭിപ്രായമോ ഇല്ല. അള്ളാഹു മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്നും. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുല വമിനൻ നാസി ഇന്നല്ലാഹ സമീഉൻ ബസീർ. അൽ ഹജ്ജ്